നമ്മുടെ ഹീറോയിന്റെ മുത്തശ്ശി മരിച്ചിട്ട് 47 ദിവസമായി. ഹീറോയിനും ഹീറോയിന്റെ ഫ്രണ്ട്സും കൂടി മുത്തശ്ശി മരിച്ച കാര്യം ആരോടും പറയാണ്ട് മറച്ചു വെച്ചിരിക്കുകയാണ്. 47 ദിവസമായിട്ട് പോലും ആ ബോഡി അടക്കം ചെയ്യാണ്ട് ഫ്രീസറിൽ തന്നെയാണ് ഇവർ വെച്ചിരിക്കുന്നത്. ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ മുത്തശ്ശിക്ക് മാസം നല്ലൊരു തുക പെൻഷനായിട്ട് കിട്ടാണ്ട്. മുത്തശ്ശി മരിച്ച കാര്യം ആ പൈസ പിന്നെ കിട്ടില്ല. ഒരു ദിവസം ഒരു ഓഫീസർ ഹീറോയിനെ വിളിച്ച് മുത്തശ്ശിനെ നേരിട്ട് കാണാനായിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് പറയും. ഹീറോയിനും ഫ്രണ്ട്സും വേഗം തന്നെ മുത്തശ്ശിനെ ഫ്രീസറിൽ ഒരു കസാരയിലേക്ക് എടുത്തു വെക്കുകയാണ്. മുത്തശ്ശിന്റെ ശരീരമാണെങ്കിൽ മറിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ശരീരം ഒന്ന് മെൽറ്റ് ആക്കാനായിട്ട് ഇവർ നോക്കുന്നുണ്ടെങ്കിലും കുറേ കാലം ഫ്രീസറിൽ വെച്ചതുകൊണ്ട് തന്നെ അത് മെൽറ്റ് ആവുന്നില്ല. ഹീറോയിന്റെ ഒരു ഫ്രണ്ട് ആണെങ്കിൽ ഈ മുത്തശ്ശി മരിച്ച കാര്യം നമുക്ക് ആ ഓഫീസറിനോട് പറയും, ഇനി ഒളിപ്പിച്ച് വെക്കണമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഹീറോയിൻ അതിന് സമ്മതിക്കുന്നില്ല. പെട്ടെന്ന് ആ ഓഫീസർ വീട്ടിലേക്ക് കയറി വരികയാണ്. ഓഫീസർ ആ മുത്തശ്ശിനെ കണ്ട് ഹായ് ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും മുത്തശ്ശി തിരിച്ചൊന്നും റെസ്പോണ്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഓഫീസർ മുത്തശ്ശിക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് വെച്ച് മുത്തശ്ശിന്റെ അടുത്ത് പോകാനായിട്ട് നോക്കുമ്പോഴേക്കും ഹീറോയിൻ ഓഫീസറിനെയും വിളിച്ചിട്ട് നേരെ മുകളിലത്തെ റൂമിലേക്ക് പോവാണ്. ഹീറോയിൻ ആ ഓഫീസറിനോട് നമുക്ക് ഇന്ന് ഡേറ്റിങ്ങിന് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ ആ പോയാലോ എന്ന് പറഞ്ഞു ഹീറോയിന്റെ കൂടെ പോവാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും ഭയങ്കര ഇഷ്ടത്തിലാണ്. ഒരു കള്ളത്തിലും അധികകാലം മറച്ചു വെക്കാനായിട്ട് പറ്റില്ലല്ലോ. ആ മുത്തശ്ശി മരിച്ചാൽ ആ ഓഫീസർ അറിയാണ്. ഹീറോയിനാണെങ്കിൽ അയാൾ ഒറ്റ കൊടുക്കുന്നില്ല. മാസം നല്ലൊരു തുക കിട്ടുന്നില്ല, നമുക്ക് വാങ്ങിച്ചെടുക്കാന്ന് പറഞ്ഞിട്ട് ഈ ഒരു കള്ളത്തരത്തിന് ആ ഓഫീസറും കൂടെ നിൽക്കുകയാണ്.